ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നയന വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആദർശിനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു, അവനിവിടെ അധികാരങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നിൻ്റെ ചേച്ചിക്കല്ലായിരുന്നോ വിഷമം, എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, ഇവിടെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നവരേ ഉള്ളൂ, അത് മുൻപന്തി നിൽക്കുന്നത് നിൻ്റെ ചേച്ചി, അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, സഹായിക്കുക അത് വേറെ നിവൃത്തിയില്ലല്ലോ, ഇതിൻ്റെ പേര് ചേച്ചിയോടെല്ലാം തുറന്നു പറയാൻ പറ്റുമോ, ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചിയോടെല്ലാം തുറന്നു പറയാൻ പറ്റില്ല, പക്ഷേ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭി, അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് നിയന്ത്രിച്ചില്ലേ ശരിയാകില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, മുത്തശ്ശനും അച്ഛനും ഒക്കെ ആയിട്ടാണ് ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നു. അതുപോലെ ആദർശ് വീട്ടിലെത്തുന്നു. ആ സമയം ആദർശ് മുത്തശ്ശനും ജയനും അവരെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ച് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അവനെ ചെയ്യേണ്ടത്, അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്നതിന് മൂർത്തി ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും കൊടുക്കാൻ പറ്റത്തില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനി മുതൽ അവൻ വേറെ ഒരു സ്റ്റാഫായിട്ട് ഇരുന്നാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജർ നോക്കിക്കോളും, ആദ്യം അതേ നടക്കുള്ളൂ, അവൻ ഇനി ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചാൽ ശരിയാകില്ല എന്ന് പറയുവാണ്. അന്നേരം അജയനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അജയൻ പറയുന്നുണ്ട്, ശരിക്കും അവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയോ ചെയ്യേണ്ടത്, നവ്യ ഓർത്താണ് എല്ലാം ക്ഷമിക്കുന്നത്, പക്ഷേ അതനുസരിച്ച് അവൻ്റെ തെറ്റുകൾ കൂടിക്കൂടി ഇങ്ങനെ വരുവാണ് എന്നൊക്കെ അജയൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ 2 കൊച്ചുമക്കളെ ഞാൻ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ അനി കമ്പനിയിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ ഉള്ളത് നല്ല മാനേജറാണ്, പിന്നെ അവന് കള്ളത്തരമില്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള ചതിയൊന്നും അവിടെ നടക്കില്ല, പക്ഷേ ഇവൻ്റെ കാര്യം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആദർശ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ആദർശ് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഭി അതിലൂടെ ഇങ്ങനെ പോവാട്ടോ. ആദർശ് അവിടെ ഇരുന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആദർശ് വിളിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ അധികാരങ്ങളൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ നിൻ്റെ പരാതി, എന്നിട്ട് നീ കമ്പനിയിൽ എന്താടാ കാണിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അത് അത്ര വലിയ തെറ്റൊന്നും അല്ലെന്ന്. അന്നേരം ആദർശ് ചോദിക്കും, അത് വലിയ തെറ്റല്ലാത്തത് കൊണ്ടാണോ നിൻ്റെ കരണം തീർത്ത് അടി കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഇനി തൊട്ട് നീ ജ്വല്ലറിയിൽ വെറും ഒരു സ്റ്റാഫായിട്ട് അങ്ങ് ഇരുന്നു കൊടുത്തേച്ചാൽ മതി, മാസം നിനക്ക് ശമ്പളം അങ്ങ് തന്നേക്കാം എന്ന് പറയും. അന്നേരത്തേക്ക് നവ്യ അങ്ങോട്ട് വരുവേ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അഭി ഇത്രയും വലിയ തെറ്റാണോ, അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവൻ ഈ വീടിൻ്റെ അകത്തുണ്ടല്ലോ, ഇതിനു മുമ്പ് ഈ വീട്ടിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നില്ലേ, അതിനൊന്നും ആർക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ആദർശ് ചോദിക്കും, ഇങ്ങനെ ഭർത്താവിൻ്റെ എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാൻ നിൽക്കുവാണോ നവ്യ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുവാണ്, അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അത് ശരിക്കും പറയേണ്ടത് അഭിയാണ്, കാരണം ആദർശേട്ടൻ എല്ലാ തെറ്റും ന്യായീകരിക്കുന്നതും കൂടെ നിൽക്കുന്നതും എൻ്റെ അനീതിയാണ്, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ശരിക്കും അഭി അങ്ങോട്ട് ചോദിക്കേണ്ടത്, നിനക്കത് ചോദിക്കാൻ മേലായിരുന്നോടെ എന്ന് ചോദിക്കുകയാണ് അഭിയോട്. അന്നേരം അഭി പറയും, അയ്യോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലേ, അതുകൊണ്ട് എൻ്റെ നാക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ശിക്ഷ വരുമല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ നാക്ക് പിഴച്ചാൽ നിൻ്റെ പ്രവർത്തിക്കാണ് ഇപ്പോൾ ശിക്ഷ കിട്ടിയേക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇനി തൊട്ട് നീ കമ്പനിയിൽ വേറെ ഒരു സ്റ്റാഫ് മാത്രമായിരിക്കും, നിനക്ക് ഒരു അധികാരങ്ങളും കാണില്ല, വെറുതെ ഇരുന്നാൽ മതി, ശമ്പളം തന്നോളാം എന്ന് പറയുക. അന്നേരത്തേക്ക് നവിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നവി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, അഭി എന്ത് ചെയ്താൽ തെറ്റ് ചെയ്താലും അതങ്ങ് വലുതാക്കി അങ്ങ് കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നും അംഗീകരിച്ച് തരാനായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഏതായാലും ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കുമെന്ന് പറയും. അന്നേരത്തേക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദേവയാനി നയനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് നവ്യ, ആദർശേട്ടൻ ചെയ്തതുപോലെ ഒരു തെറ്റ് അഭിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അതിലൊരു കുഞ്ഞും ഉണ്ടായതിനു ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു, അതുപോലെ ഒരു തെറ്റ് അഭിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കുമായിരുന്നോ, ഇവനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കില്ലായിരുന്നല്ലോ, ആദർശേട്ടൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്ത് MD ആയിട്ടിരിക്കുന്നത് ആദർശാണ്, അവൻ ഇതുവരെ മൂർത്തി ജ്വല്ലറിയിൽ യാതൊരുവിധ ക്രമക്കേടും നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ചെയ്ത ഒരാളെയും അവിടെ അങ്ങനെ ഇരുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് ദേവേന് പറയാണ് കേട്ടോ. അന്നേരം നവ്യ നയനയോട് ചോദിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമായി കാണുമല്ലോ, നിൻ്റെ ഭർത്താവിൻ്റെ അത്രയൊന്നും ഏതായാലും അഭി തെറ്റ് ചെയ്തിട്ടില്ല, അത് നീയും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും, നിനക്ക് അവിടെ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുക, അതിൻ്റെ തൊട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്നതിന് ഭേദം എന്നെ അങ്ങ് പിരിച്ചു വിടുന്നതാണ് നല്ലതെന്ന്. അന്നേരം ആദർശ് പറയും, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നല്ല കമ്പനികൾക്ക് ഒരു രീതികളുണ്ട്, അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാലും അവരാരും പിരിച്ചു വിടത്തില്ല, പിരിഞ്ഞ് പോകാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കി കൊടുക്കും,
അഭിമാനമുള്ളവരാണെങ്കിൽ പിരിഞ്ഞു പൊക്കോളൂ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയാണ്, നിനക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുമ്പോഴേക്കും നവ്യ നിന്നങ്ങ് തിളയ്ക്കുവാണ് കേട്ടോ. അന്നേരം നവ്യ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, ഏതായാലും ആദർശിൻ്റെ തീരുമാനം ഇവിടെ നടപ്പിലാകും. ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദർശ് പറഞ്ഞതുപോലെ ഇവനോട് പിരിഞ്ഞു പോയിക്കോളാൻ പറ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവാണ്. അന്നേരം നവ്യ എല്ലാവരോടും പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടനും അമ്മയും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. അവിടെ വെറും ഒരു സ്റ്റാഫായിട്ട് ഇവിടെ ഇരുന്ന് ശമ്പളം മേടിച്ചോ, അതാ നല്ലത്. അല്ലെങ്കിൽ ഇനിയും അവിടെ ക്രമക്കേടുകൾ നടക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ പിരിഞ്ഞു വെക്കോ, അതിനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോകുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് തുള്ളി നിൽക്കുന്ന നവ്യയാണ് കേട്ടോ കാണിക്കുന്നത്. ഏതായാലും ഇതറിയുമ്പോൾ പണി കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇങ്ങനെ തീരുമാനിക്കും കേട്ടോ. അന്നേരം അനാമിക അബിയോട് പറയാണ്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ചന്തു എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്ന് പലർക്കും അറിയാം. പക്ഷേ ആ കുട്ടി എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ആർക്കും അറിയാൻ ഒരു വഴിയില്ല. അങ്ങ് തുറന്നിടാൻ ഏട്ടനാണ്. ഒരുപാട് ചാനലുകാരൊക്കെ അറിയാവുന്നതല്ലേ, ഏതെങ്കിലും ഒരു ചാനലിലേക്ക് ഈ ന്യൂസ് ലീക്കാക്കി കൊടുക്കണം. അതങ്ങ് പടർന്ന് പന്തലിച്ച് അങ്ങേര് നാണം കെട്ട് നാറിക്കോളും. അതിനുള്ളത് നമ്മൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, കണ്ടോ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചതാണ്, പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്ന് പറയും. അന്നേരം എന്ത് പ്രശ്നം ഉണ്ടാകാനാ, കുറേ നാണക്കേടാകും, പുറത്തിറങ്ങാൻ വരാത്ത ഒരവസ്ഥയുണ്ടാകും. അതൊക്കെ ശരിയാ, അത് അവനല്ലേ ബാധിക്കുന്നത്, നമ്മളെ അല്ലല്ലോ. അങ്ങനെ എല്ലാവരെയും അടക്കി ഭരിച്ച അവൻ ഇവിടെ രാജാവായിട്ട് അങ്ങനെ നിൽക്കേണ്ട എന്നിങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. നേരെ അബിക്കൊരു പരുങ്ങലാണ് കേട്ടോ. അന്നേരം ജലജ ചോദിക്കും, നിനക്കെന്താ ഒരു പേടി പോലെ, ഇനി നീ ഈ ന്യൂസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ തളയാൻ പറ്റുന്ന ഇതിലുപോലുള്ള എന്തെങ്കിലും ന്യൂസ് ആദർശിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, എങ്കിൽ ഈ ന്യൂസ് ലീക്കാക്കണം, അത് അഭിയേട്ടനും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. എനിക്ക് കുറേ ചാനലുകാരെയൊക്കെ അറിയാവുന്നതാണ്, ഞാൻ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് ഇതുവരെ എന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ചലച്ച പറയുന്നുണ്ട്, നീ ഒട്ടും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയും. ശരിക്കും അങ്ങനെ ഒരു കാര്യം സ്പ്രെഡായി കഴിയുമ്പോൾ ഇവിടെയുള്ളവരെല്ലാം അഹങ്കാരം അങ്ങ് തീർന്നോളൂ എന്ന് പറഞ്ഞ് മൂന്നെണ്ണം കൂടെ അങ്ങനെ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നയന ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻമരിയെ വിളിക്കുകയാണ് കേട്ടോ നയനനെ. എന്നിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആദർശേട്ടൻ അങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് ചോദിക്കും. നേരെ നയന പറയും, ഇല്ല ആദർശൻ അങ്ങനെ ഒരു കുട്ടിയില്ല, അത് വെറുതെ ഫേക്ക് ന്യൂസാണ്, ചന്തുമോൾ എന്നൊരു കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നതാ നേരാ, പക്ഷേ ആ കുട്ടി ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നുമല്ല, ഞങ്ങളെ എടുത്തു വളർത്തുന്നേ ഉള്ളൂ, അതിൻ്റെ പിന്നിലും വേറൊരു ചതിയുണ്ട്, അതിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ആൻമരിയോട് ചോദിക്കുന്നുണ്ട്, ഈ ന്യൂസ് ലീക്കായോ, അത് തടയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻമരി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ നയനെ വിളിച്ചെന്നേ ഉള്ളൂ, നിലവിൽ അത് ലീക്കായിട്ടൊന്നും ഇല്ല. ഇനി വേറെ ഏതെങ്കിലും ന്യൂസ് ചാനലിന് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, വല്ല മഞ്ഞപ്പത്രക്കാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയനക്കാകെ ടെൻഷനാകും. അന്നേരം നയന പറയുന്നുണ്ട്, ഓണമാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇത്രയും നിൽക്കുന്ന ജ്വല്ലറിക്കാരെ ഇത് പണം കൊടുത്ത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക, ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂർത്തി ജ്വല്ലറിയിൽ തകർച്ചയായിരിക്കും, അതുകൊണ്ട് ഇത് ലീക്കാകാതെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ ആൻമരിയോട് പറയും കേട്ടോ. ആൻമരി അവിടുന്ന് ലീക്കാകില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നേരെ നയന ആദർശിൻ്റെ അടുത്തോട് വന്നിട്ട് ഈ വാർത്ത പറയുകയാണ്. ആദർശനാകെ ടെൻഷൻ ആവും കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ ന്യൂസ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് നീ ആൻമരിയോട് ചോദിക്കണം, ഏതായാലും നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അവിടെ പോയി നമുക്ക് അവരോട് ചോദിക്കണം, മിക്കവാറും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ഇത് ലീക്കായത്, കാരണം അവയ്ക്കിപ്പോൾ നമ്മളോട് നല്ല ദേഷ്യമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അവൻ ചെയ്തതാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്കത് തന്നെ സംശയമെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ ന്യൂസ് അവനാണ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് പിന്നീട് അത് തിരിച്ച് വരുന്നത് അവനിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും രണ്ടുപേരും കൂടെ ആൻമരിയയുടെ അടുത്തോട്ട് ഇങ്ങനെ പോകാൻ എന്നാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. അന്നേരം ആദർശന് കുറേ ഇങ്ങനെ ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്, അവരെ കാണാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആദർശ് പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എനിക്ക് അവർ വരുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശന് ടെൻഷൻ ആകേണ്ട, ഞാൻ ആൻമരിയുടെ അടുത്ത് പോയി കണ്ടോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നയന ആൻമരിയുടെ അടുത്തോട്ട് വരുന്നു. ആൻമരിയുടെ അടുത്ത് വന്നപ്പോൾ ആൻമരി പറയുന്നുണ്ട്, ഈ ന്യൂസ് ഇവിടെ കിട്ടിയപ്പോൾ തന്നെ MD എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നയനെ വിളിച്ചു കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നവരുടെ അടുത്തെല്ലാം വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വല്ല മഞ്ഞപ്പത്രക്കാരുടെ കയ്യിലും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആൻമരി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ എങ്ങനെയാണ് ആ കുടുംബത്തിലേക്ക് വന്നത്, ആ കുട്ടിയുടെ അമ്മ ആരാണ് എന്നൊക്കെ ചോദിക്കും. നേരത്തേക്ക് അനഘ എന്നാണ്, അവളിങ്ങനെ ഒരു കോമ സ്റ്റേജിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആൻമരി പറയുന്നുണ്ട്, ആ അമ്മയ്ക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇതിപ്പോൾ ആൾക്കാർ ചുമ്മാ ന്യൂസ് ഇങ്ങനെ അടിച്ചിറക്കും, അത് നമ്മൾ തിരുത്താൻ വേണ്ടി നടക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആൻമരി പറയാണ് കേട്ടോ.
അന്നേരം നയന പറയുന്നുണ്ട്, അത് തന്നെ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാടിനും മൂർത്തി ജ്വല്ലറിക്കും ഒക്കെ ബാധിക്കും. പക്ഷേ അപ്പോഴും ആദർശേട്ടന് കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുണ്ടാകും. അതിലൂടെ ആദർശേട്ടൻ രക്ഷപ്പെടും. അന്നേരവും ആ നാണക്കേട് മൂർത്തി ജ്വല്ലറിയെ അല്ലെങ്കിൽ അനന്തപുരി തറവാടിനെ വിട്ടു പോകില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആൻമരിയ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത്, അപ്പോൾ തെറ്റ് ചെയ്തത് കുടുംബത്തിലുള്ള അനന്തപുരി തറവാട്ടിലുള്ള ആൾ തന്നെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ നയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നയന ഈ കാര്യങ്ങളൊക്കെ ആൻമരിയോട് പറയുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.